നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സർവം കത്തിച്ച് ചാമ്പലാക്കുന്ന ഫോമിലാണ് ലൗട്ടറോ മാർട്ടിനസ് ഉള്ളത്. വേൾഡ് കപ്പ് അടുക്കുമ്പോൾ സ്ട്രൈക്കർ ഇങ്ങനെ പൊള്ളുന്ന ഫോമിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും അർജന്റീനയ്ക്ക് വലിയ പ്രതീക്ഷയാണ്. പിന്നലത്തെ സിരിയ മത്സരം 3-1 ബൊളോഞ്ഞയെ ഇന്റർ മിലാൻ പരാജയപ്പെടുത്തിയത്. കളിയിൽ സിലിൻസ്കിയും തുറാമും ഗോളടിച്ചു. കൂടാതെ ലൗട്ടറോ മാർട്ടിനസിൻ്റെ വക ഗോള്. ഈ ഒരു വിജയത്തോടു കൂടി ഇപ്പോൾ സിരിയയിൽ 1-ാം സ്ഥാനത്തേക്ക് ഇന്റർ മിലാൻ എത്തിയിരിക്കുന്നു. AC മിലാന് ഒറ്റ പോയിന്റിന് പിന്തള്ളിയിരിക്കുകയാണ്. AC മിലാന് 17 കളികളിൽ നിന്ന് 38 പോയിന്റ് ആണെങ്കിൽ ഇന്റർ മിലാന് 17 കളികളിൽ നിന്ന് 39 പോയിന്റായിട്ട് മാറിയിട്ടുണ്ട്. ഏതായാലും മിന്നും ഫോമിൽ സൂപ്പർ താരം കളിക്കുന്നു എന്നുള്ളത് വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ അർജന്റീനക്കും സമ്മാനിക്കുന്നത്. ഇറ്റാലിയൻ സീരിയയുടെ ഗോളടിയുടെ കണക്കെടുത്താൽ ഇപ്പോൾ 10 ഗോളുകളുമായിട്ട് ടോപ്പ് സ്കോററായിട്ട് ഈ സീസണിൽ നിൽക്കുകയാണ് ലൗട്ടറോ. രണ്ടാമതുള്ള പുലിസിച്ചിന് 8 ഗോളുകളാണുള്ളത്. മൂന്നാമത് ലൗട്ടറോയുടെ സഹതാരം ഹക്കാൻ ചലനോളു 6 ഗോളുകളുമായിട്ട് നിൽക്കുന്നു. ഒപ്പം തന്നെ ഉണ്ട് നിക്കോ പാസ് ഉണ്ട്, റാഫേൽ ലിയാവോ, റിക്കാർഡോ ഓർസോലിനി, അതുപോലെ കീനൻ ഇൽഡിസ്, റാസ്മുസ് ഹോയ്ലൻഡ്, ഇങ്ങനെയുള്ളവരൊക്കെ 6 ഗോളുകളുണ്ട്. പക്ഷേ ലൗട്ടറോ 10 ഗോളുകളുമായിട്ട് വിരാജിക്കുകയാണ്. ഇപ്പം നോക്കുക, ലൗട്ടറോ മാർട്ടിനസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തുടർച്ചയായ സീസണുകളിൽ 10ലധികം ഗോളുകൾ സീരിയയിൽ നേടിക്കൊണ്ടിരിക്കുന്നു. 2019-20 14 ഗോളുകളാണെങ്കിൽ 20-21 17 ഗോളുകൾ, 21-22 സീസണിൽ 21 ഗോളുകൾ, 22-23 സീസണുകളിൽ 21 ഗോളുകൾ, 23-24 സീസണുകളിൽ 24 ഗോളുകൾ, 24-25 സീസണിൽ 12 ഗോളുകൾ, 2025-26 സീസണിൽ 10 ഗോളുകൾ എന്ന് പറഞ്ഞാൽ തുടർച്ചയായി 7 സീസണുകളിലായിട്ട് അദ്ദേഹം 10ലധികം ഗോളുകൾ നേടിക്കഴിഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. മിന്നും ഫോമിൽ അദ്ദേഹം നിൽക്കുന്നു. ഇപ്പം ഗോളും അസിസ്റ്റുമാണ് ഈ ഒരു കളിയിൽ അദ്ദേഹം നേടിയിരിക്കുന്നത്. അമേസിംഗ് പെർഫോമൻസ് ആണ് അദ്ദേഹത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാധകർ വലിയ പ്രതീക്ഷയിലുമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.